ഹായ്, ഞാൻ ഡോക്ടർ പ്രീതി കോര, കൺസൾട്ടന്റ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്. നമ്മുടെ ഈ സെന്ററിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരു സ്ത്രീയുടെ പ്രധാന പ്രശ്നമാണ് ഞാൻ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത്. പുള്ളിക്കാരത്തേക്ക് അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ റിക്കറന്റ് ഇൻഫെക്ഷൻ വന്ന എല്ലാ മാസവും തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആന്റിബയോട്ടിക്സ് എടുത്തുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. ഇവിടെ വന്ന് നമ്മൾ ജെറ്റ് പ്ലാസ്മ തെറാപ്പി എന്ന നൂതന ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം 6 സെഷൻസ് കഴിഞ്ഞു. ഇപ്പോൾ 3 മാസമായിട്ടും ഒരു ഇൻഫെക്ഷൻ പോലും വന്നിട്ടില്ല. അപ്പം ഇതുപോലത്തെയുള്ള യൂറിനറി ഇൻഫെക്ഷൻസ് നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജെറ്റ് പ്ലാസ്മ തെറാപ്പി നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിതുപോലെ അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രപ്പഴുപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് മൂത്രം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലർക്കും യൂറിനറി ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് ആയിട്ടുള്ള മൂത്രത്തിൽ പോകുമ്പോൾ ചുടിച്ചിലും വേദനയും ഉണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുകയില്ല. യൂറിൻ റുട്ടീൻ നോക്കുമ്പോൾ അത് ക്ലിയർ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ അല്ല, അവർ ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ ദോഷങ്ങളും ആന്റിബയോട്ടിക്സും സൈഡ് ഇഫക്ട്സും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പേ തന്നെ ഫസ്റ്റ് യൂറിൻ ചെക്ക് ചെയ്യണം. ഒരിക്കലും സെൽഫ് മെഡിക്കേഷനായിട്ട് ഫാർമസിയിൽ നിന്ന് പോയി ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് മേടിച്ച് കഴിക്കരുത്. നമുക്ക് ഇങ്ങനത്തെ ഇൻഫെക്ഷൻ വരാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് യോനി ഭാഗത്ത്, പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സിന്റെ ഹൈജീൻ ശ്രദ്ധിക്കുക. യൂറിൻ പാസ് ചെയ്തതിന് ശേഷവും അതിന് മുമ്പ് വാഷ് ചെയ്തതിന് ശേഷം എപ്പോഴും അവിടെ ഡ്രൈ ആക്കി വെക്കുക. അപ്പം നനഞ്ഞ് ഈർപ്പം ഇരിക്കുമ്പോഴാണ് കൂടുതൽ ഇൻഫെക്ഷൻസ് വരുന്നത്. വെള്ളം ധാരാളം കുടിക്കുക. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇൻഫെക്ഷൻ വരുന്നത് തടയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷമേ ആന്റിബയോട്ടിക്സ് എടുക്കാവുള്ളൂ. യൂറിത്രൽ സിൻഡ്രോം എന്നൊരു കണ്ടീഷനുണ്ട്. അതിൻ്റെ അകത്ത് യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും പല സ്ത്രീകൾക്കും മൂത്രം പോകുമ്പോൾ ചുടിച്ചിലും മൂത്രമൊഴിക്കുന്ന അവിടെ വേദനയും എല്ലാം വരും. അപ്പം ഇതിന് ആന്റിബയോട്ടിക്സ് അല്ല ട്രീറ്റ്മെന്റ്. ഇതിന് ഇഫക്റ്റീവായിട്ട് കൊടുക്കാവുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് യോനി ഭാഗത്ത് ലോക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന വെജൈനൽ ഈസ്ട്രജൻ ക്രീംസ്. ചില സ്ത്രീകൾക്ക് ലോക്കൽ ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് ഈസ്ട്രജൻ ക്രീംസ് ഉപയോഗിക്കുമ്പോൾ സൈഡ് ഇഫക്ട്സ് വരും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ജെറ്റ് പ്ലാസ്മ തെറാപ്പി എന്ന ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിന് യാതൊരു വിധത്തിലുള്ള സൈഡ് ഇഫക്ട്സോ പാർശ്വഫലങ്ങളോ ഇല്ല. യോനിക്കുള്ളിലേക്ക് ഒരു പ്രോബ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്ന പോലെയുള്ള ട്രീറ്റ്മെന്റ് ആണ്. 20 മിനിറ്റ് സെഷൻ ആണ്. ഇതിൽ കൂടെ നമുക്ക് യോനിയുടെ ഡ്രൈനെസ്സും ഒക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ യൂറിനറി ഇൻഫെക്ഷന്റെ സിംറ്റംസും അതുപോലെ തന്നെ ഈ മൂത്രം പോകുമ്പോഴുള്ള ചുടിച്ചിലും വേദനയെല്ലാം പൂർണ്ണമായിട്ടും സൗഖ്യം നേടുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് അടിക്കടി വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും തടയുവാനായിട്ടും സാധിക്കും.